എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1, +2 വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് എക്സാമിനേഷൻ ഡിസംബർ 9 തിങ്കളാഴ്ച മുതൽ ഡിസംബർ 19 വ്യാഴാഴ്ച വരെ നടക്കുന്നതാണ്. ഔദ്യോഗികമായ ടൈം ടേബിൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഓരോ എക്സാമിനേഷനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്തൊക്കെയാണ്, ഗ്യാപ്പ് ഇല്ലാത്ത എക്സാമിനേഷൻ ഏതൊക്കെയാണ് എന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോയിൽ +1, +2 വിദ്യാർത്ഥികൾക്ക് മാത്തമെറ്റിക്സ് എക്സാമിനേഷന് എങ്ങനെ ഫുൾ മാർക്ക് നേടാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ അവതരിപ്പിക്കുന്നു. വെറും സ്റ്റഡി പ്ലാൻ അല്ല, വിത്ത് ആക്ഷൻ പ്ലാൻ. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് എങ്ങനെ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുകൂടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും +2 വിദ്യാർത്ഥികളുടെ ആദ്യ എക്സാമിനേഷൻ ഫിസിക്സ് എക്സാമിനേഷൻ തിങ്കളാഴ്ച ദിവസം, തൊട്ടടുത്ത ദിവസം എക്സാമിനേഷൻ ഇല്ല. എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ ഉണ്ട്. ബുധനാഴ്ചയാണ് മാത്സ് എക്സാമിനേഷൻ. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഗ്യാപ്പ് ഇല്ല. ആ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാ പോർഷനും പഠിച്ചു തീർക്കുക അത്ര ഈസി അല്ല. തീർച്ചയായും നിങ്ങൾക്കറിയാം, +2 വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ടേം പോർഷൻ ആണ് കൂടുതൽ പ്രാധാന്യം. അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, വെക്ടർ ഓൾജിബ്ര, 3 ഡയമെൻഷണൽ ജോമെട്രി. ഈ ചാപ്റ്റേഴ്സ് നിന്ന് 80% മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. വെറും 20%-നായിരിക്കും ഫസ്റ്റ് ടേമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് ആദ്യത്തെ 5 ചാപ്റ്ററിൽ നിന്ന് വെറും 16 20 മാർക്ക്, മാക്സിമം 20 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനേ സാധ്യതയുള്ളൂ. അപ്പൊ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് മുതൽ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്റർ വരെ ആണ്. സോ തീർച്ചയായും ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം പഠിച്ചു തീർക്കുക അത്ര ഈസി അല്ല. ഫസ്റ്റ് ടൈമും പഠിക്കേണ്ടതുണ്ട്, പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ നെക്സ്റ്റ് 9 ഡേയ്സ് എങ്ങനെ നമുക്ക് ഈ പോർഷൻസ് തകവായി പഠിച്ചു തീർക്കാം എന്നാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം +1 വിദ്യാർത്ഥികളിലേക്ക് വരാം. സോ സ്വാഭാവികമായും ഒരു ദിവസത്തെ ഗ്യാപ്പ് ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്കുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് അതില്ലതാനും. സോ സ്വാഭാവികമായിട്ടും തലേ ദിവസം ജസ്റ്റ് ഒന്ന് റിവിഷൻ നടത്താനുള്ള സമയം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചാലും മതിയാകും, അല്ലെ നോട്ട് വെച്ച് പഠിച്ചാലും കുഴപ്പമില്ല. അല്ലാത്ത കുട്ടികൾ തീർച്ചയായും സബ്ജക്ട് മനസ്സിലാക്കി ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ ഓരോ ചാപ്റ്റർ തകവായിട്ട് പഠിക്കുക. അതിനുള്ള സമയമുണ്ട്. ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇവിടെ ആരംഭിക്കുകയാണ്. തീർച്ചയായും വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി ഓൾറെഡി ഒരു ടെലഗ്രാം ഗ്രൂപ്പ് +1, +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫോം ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായും ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിലായിരിക്കും ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ആക്ഷൻ പ്ലാൻ നടത്തുന്നത്. അതായത് ഓരോ ദിവസവും നിങ്ങൾ പഠിച്ചു തീർക്കേണ്ട ചാപ്റ്റർ ഏതാണ്, ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നൽകും. എക്സാമിനേഷന് ശേഷം അതിന്റെ ആൻസർ കീ അതിനകത്ത് പോസ്റ്റ് ചെയ്യും. അതിനുശേഷം അത് ഡിസ്കസ് ചെയ്തിട്ടുള്ള, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സും ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയി നൽകുന്നതാണ്. സോ തീർച്ചയായും നിങ്ങൾ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് 9 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് +1, +2 മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ, പബ്ലിക് എക്സാമിനേഷൻ ഫുൾ വാങ്ങിക്കാം. ഈവൻ ക്രിസ്മസ് എക്സാമിനേഷനും ഫുൾ മാർക്ക് വാങ്ങിക്കാം. സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്ഷൻ പ്ലാൻ അനുസരിച്ച്, സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ. സോ +2 വിദ്യാർത്ഥികൾ ആദ്യം ഏത് ചാപ്റ്റർ പഠിക്കണം അല്ലെ? പല കുട്ടികൾക്കും കൺഫ്യൂഷനാണ്. തീർച്ചയായും ഒന്നാമത്തെ ചാപ്റ്റർ അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ആദ്യം പഠിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ചാപ്റ്റർ നമ്പർ 6. സിമ്പിൾ ഡിഫറൻസിയേഷൻ അറിഞ്ഞാൽ മതി. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ തകവായിട്ട് അറിയണമെന്ന് നിർബന്ധമില്ല. സിമ്പിൾ ഡിഫറൻസിയേഷൻ അറിയാമെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കാം. 3 ആപ്ലിക്കേഷൻ: റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ, ദെൻ എന്താണ് മാക്സിമ ആൻഡ് മിനിമ. ഒരൊറ്റ ദിവസം കൊണ്ട് പഠിക്കാം. അത് പഠിക്കേണ്ട ദിവസം ഇന്നാണ്. ഇന്ന് രാത്രി ഒരു 9 മണിയോടുകൂടി നിങ്ങൾ ഇത് പഠിച്ചു തീർക്കുക. അതിനുശേഷം ടെസ്റ്റ് പേപ്പർ എഴുതുക. ആത്മവിശ്വാസത്തോടെ കിടന്ന് ഉറങ്ങുക. ഒരൊറ്റ ദിവസം മതി അത് പഠിച്ചു തീർക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് റിവിഷൻ ക്ലാസ്സിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകും. അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ അതും കാണാം. സോ നെക്സ്റ്റ് നാളെ രണ്ടാമത്തെ ദിവസം ഡേ 2. ഡേ 1 ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ ഞാൻ പഠിക്കുവാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഡേ 2 തീർച്ചയായിട്ടും ഇന്റഗ്രൽസ് എന്നൊരു വലിയ ചാപ്റ്റർ ആണ്. വിശദമായി തറവായിട്ട് പഠിക്കും. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും അത് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ള ദിവസമാണ് സാറ്റർഡേ. രണ്ടാമത്തെ ദിവസം ആ ചാപ്റ്റർ പഠിച്ചു തീർത്തിട്ടേ ഉറങ്ങാവൂ. രാത്രി ടെസ്റ്റ് പേപ്പർ എഴുതുക. നെക്സ്റ്റ് ഡേ 3 സൺഡേ 2 ചാപ്റ്റർ പഠിക്കണം. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് വളരെ സിമ്പിൾ ആണ്, കുറച്ച് സമയം മതി. ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കാൻ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. സെലക്ട് ചെയ്ത് പഠിക്കുക.
സൊല്യൂഷൻ കാണാൻ 3 മെത്തേഡ് ഉണ്ട്. വേരിയബിൾ, സെപ്പറബിൾ, ലീനിയർ. അത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഹോമോജീനിയസും പഠിക്കണം ക്രിസ്മസ് എക്സാമിനേഷൻ. പബ്ലിക്കിന് അത്ര പ്രാധാന്യം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഡേ 4. ഡേ 4 എന്ന് പറയുമ്പോൾ മൺഡേ ആണ്, സ്കൂളുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് വെക്ടർ ഓൾജിബ്ര. വൈകുന്നേരം വന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി, പഠിച്ചു തീർക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ 4 തന്നെ അന്ന് രാത്രി തന്നെ ടെസ്റ്റ് പേപ്പറും എഴുതുക. ഡേ 5 നെക്സ്റ്റ് തൊട്ടടുത്ത ദിവസം നമ്മൾ പഠിക്കേണ്ടത് 3 ഡയമെൻഷണൽ ജോമെട്രി. ചിലപ്പോൾ ഒരു ദിവസം മൊത്തമൊന്നും വേണ്ട, 1 മണിക്കൂർ സമയം കൊണ്ട് തന്നെ ആ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ സാധിക്കും. ഡേ 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ 6 എന്ത് പഠിക്കണം? സെക്കൻഡ് ടേമിലെ പോർഷൻസ് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ഡേ 6ൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് ടേമിലെ പോർഷൻ. ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് പഠിക്കുക. എല്ലാം വാരി വരിച്ചിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക. നെക്സ്റ്റ് ഡേ 7 നിങ്ങൾ പഠിക്കേണ്ടത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക, കാരണം വെയിറ്റേജ് കുറവാണ്. നെക്സ്റ്റ് ഡേ 8 കുറച്ച് പഠിക്കാനുണ്ട്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഓണം എക്സാമിനേഷൻ പഠിച്ചതാണ്. ഡേ 8 നിങ്ങൾ അത് തറവായിട്ട് പഠിക്കുക. ഡേ 8 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. നെക്സ്റ്റ് ഡേ 9 നെക്സ്റ്റ് സാറ്റർഡേ, തീർച്ചയായും ഡിസംബർ 7 തീയതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഡിസംബർ 7 തീയതി ഒരു മോഡൽ ക്രിസ്മസ് എക്സാമിനേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾ എഴുതി നോക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. മോഡൽ ക്രിസ്മസ് എക്സാമിനേഷൻ. സൺഡേ മുതൽ അടുത്ത എന്താണ് ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഫൈനൽ റിവിഷൻ നിങ്ങൾക്ക് ആരംഭിക്കാം. സോ ഇതാണ് +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ക്വിക്ക് സ്റ്റഡി പ്ലാൻ വിത്ത് ആക്ഷൻ പ്ലാൻ. നിങ്ങൾ പഠിക്കുക, ടെസ്റ്റ് പേപ്പറുകൾ എഴുതുക, എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞ ദിവസങ്ങൾ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമെങ്കിലും ആ ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക. ഓക്കെ, സോ +2 വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, പഠിച്ചു വരുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്, ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ +1 വിദ്യാർത്ഥികളിലേക്ക് വരികയാണ്. +1 വിദ്യാർത്ഥികളുടെ എക്സാമിനേഷനും ഡിസംബർ 9 തീയതി ക്രിസ്മസ് എക്സാം ആരംഭിക്കുകയാണ്. ഫസ്റ്റ് എക്സാം സെക്കൻഡ് ലാംഗ്വേജ്, 2ാമത്തെ ദിവസം ഇംഗ്ലീഷ്, 3ാമത്തെ ദിവസം കെമിസ്ട്രി, തൊട്ടടുത്ത ദിവസം മാത്സ്. പരീക്ഷയുടെ തലേ ദിവസം വളരെ കുറച്ച് സമയം മാത്രമേ പഠിക്കുവാൻ കിട്ടൂ. പിന്നെ എങ്ങനെ പഠിക്കും? നമുക്ക് സെറ്റ് എന്ന ചാപ്റ്റർ മുതൽ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്റർ വരെയാണ് ക്രിസ്മസ് എക്സാമിനേഷൻ ഉള്ളത്. എല്ലാ ചാപ്റ്ററിനും തുല്യ പ്രാധാന്യം. ഫസ്റ്റ് ടേമിന് പ്രാധാന്യം കുറവ് എന്നൊരു സംഗതി ഇല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ നടക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ടൈം പോർഷന് സെക്കൻഡ് ടൈം പോർഷൻ കൂടുതലായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാ ചാപ്റ്ററിനും തുല്യ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററും തറവായി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഒന്ന് പെട്ടെന്ന് അവതരിപ്പിക്കാം. ഡേ 1 അതായത് ഇന്ന് 2 ചാപ്റ്റർ പഠിച്ചു തീർക്കുക. സെറ്റ്സ് ആൻഡ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ആദ്യത്തെ 2 ചാപ്റ്റർ സിമ്പിൾ അല്ലേ, ഈസി ആയിട്ട് പഠിക്കാം. രാത്രി നിങ്ങൾക്കും ടെസ്റ്റ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും, അത് എഴുതുക. 1 മണിക്കൂറിന് ശേഷം അതിന്റെ ആൻസർ കീം ഗ്രൂപ്പിൽ തന്നെ നൽകും. നിങ്ങൾക്ക് അതിന്റെ ഡിസ്കഷൻ ക്ലാസ് നൽകും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് കണ്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഡേ 2 ട്രിഗണോമെട്രി ഫംഗ്ഷൻ, അതായത് സാറ്റർഡേ നിങ്ങൾ പഠിക്കേണ്ടത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ. ഫുൾ ചാപ്റ്റർ പഠിക്കാൻ സമയമുണ്ട്, തറവായി പഠിക്കൂ. രാത്രി ടെസ്റ്റ് പേപ്പർ എഴുതൂ, പഠിച്ച് പൂർത്തീകരിച്ചിട്ടേ അന്ന് ഉറങ്ങാവൂ. ഡേ 3 2 ചാപ്റ്റർ സൺഡേ, കോംപ്ലക്സ് നമ്പേഴ്സും പിന്നെ ലീനിയർ ഇനിക്വാളിറ്റീസും. ഡേ 4 പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. തീർച്ചയായും മൺഡേ ആണ്, സ്കൂളുള്ള ദിവസം ഒരൊറ്റ ചാപ്റ്ററേ ഉള്ളൂ. പഠിക്കുക, കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടി വരും. ഡേ 5 2 ചാപ്റ്റർ ബൈനോമിയൽ തിയറം, സീക്വൻസസ് ആൻഡ് സീരീസ്. ബൈനോമിയൽ തിയറം വളരെ ചെറിയ ചാപ്റ്റർ അല്ലേ, നിങ്ങൾക്കറിയാം. ഡേ 6 സ്ട്രൈറ്റ് ലൈൻസ് എന്ന വലിയ ചാപ്റ്ററാണ് നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത്. ഡേ 7 കോണിക് സെക്ഷൻ, വളരെ പ്രാധാന്യമുള്ള ചാപ്റ്ററാണ് ക്രിസ്മസ് എക്സാമിനേഷന്. ഡേ 8 ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി. അതുവരെയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിനേഷൻ പഠിക്കാനുള്ളത്. ഡേ 9 നെക്സ്റ്റ് സാറ്റർഡേ ഡിസംബർ 7 തീയതി നിങ്ങൾക്കും ഒരു മോഡൽ ക്രിസ്മസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞിട്ട് ആ ടെസ്റ്റ് പേപ്പർ എഴുതുക. നിങ്ങൾക്കും ആവശ്യമുള്ള ക്ലാസ്സുകളെല്ലാം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ്, ഇതുവരെ പഠിക്കാത്തവർക്ക് ഡീറ്റെയിൽഡ് ക്ലാസ്, പിന്നെ ഈ ടെസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്, ആ വീഡിയോ ക്ലാസ്സും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകും. തീർച്ചയായും നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കുക. ഈ ആഴ്ച നിങ്ങൾ തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടത് +2കാരാണെങ്കിൽ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഈ 3 സബ്ജക്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ബയോളജി പഠിക്കാൻ ആവശ്യത്തിന് സമയമുണ്ട്. അതുപോലെ ഫസ്റ്റ് ഇയേഴ്സ് ആണെങ്കിൽ ഈ ആഴ്ച പ്രാധാന്യം കൊടുക്കേണ്ടത് കെമിസ്ട്രി, മാത്സ് എക്സാമിനേഷൻ ആണ്. ഫിസിക്സ്, ബയോളജി അതിന്റെ അടുത്ത ആഴ്ചയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് സ്റ്റഡി
ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ച കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് +1 കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾക്കാണ്. സോ തീർച്ചയായും സിസ്റ്റമാറ്റിക് ആയിട്ട് തറവായിട്ട് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങൂ. നേടാം നിങ്ങൾക്കും ഫുൾ മാർക്ക് ക്രിസ്മസ് എക്സാമിനേഷന്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.